എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്താണ് താങ്കൾക്കൊരു സ്പാർക്ക് ഉണ്ടാകുന്ന ഒരു സംരംഭത്തെക്കുറിച്ച് അല്ലേ? അത് ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതാണോ? ആക്സിഡൻ്റലായിട്ട് എനിക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ കുറേ പേര് ഇപ്പം ഫിസിക്സും മാത്സും ഒക്കെ താല്പര്യമുള്ളതുകൊണ്ട് കുറേ ഗൈഡൻസിന് വരുമായിരുന്നു. കൂട്ടത്തിലുള്ളവർക്ക് ഞാനായിരുന്നു ചില സബ്ജക്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമുള്ളതുകൊണ്ട് നമ്മുടെ തന്നെ ജൂനിയേഴ്സും ഞങ്ങളുടെ പള്ളികളിലും നാട്ടിലും ഒക്കെ ഉള്ളവർ ഓരോ ഗൈഡൻസിനെ വിളിക്കും. ഓക്കെ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മൾ ഈ ഒരു ജേണി. ഓക്കെ. അപ്പോൾ അവിടെ നിന്നാണ് ഒരു അവസരം തുറന്നു കിട്ടുന്നത്. താങ്കൾ പഠിക്കാൻ പോയ കോളേജ് മാർത്താണ്ഡത്താണ്. അതെ അതെ അതെ. അത് ഫസ്റ്റ് ബാച്ച് ആയിരുന്നു അത്? അതെ അതെ അതെ. അപ്പോൾ എങ്ങനെയാണൊരു ബിസിനസ് മോഡൽ അവിടെ നിന്ന് ഉരുത്തിരിയുന്നത്? അവിടെ നമുക്ക് ആദ്യമായിട്ട് ഈ ഗൈഡൻസിന് കുട്ടികൾ വന്ന് നമ്മുടെ കോളേജിൽ തന്നെ വേണമെന്ന് അഡ്മിഷൻ വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് ഫീസും ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യുക. അന്നൊക്കെ എഞ്ചിനീയറിങ്ങിന് ഭയങ്കര ഡിമാൻഡുള്ള ടൈമാണ്. അപ്പം പിന്നെ ആ വരുന്ന കുട്ടികൾ ഞാൻ തന്നെ ഇവിടെ സീനിയറായിട്ടുള്ളതുകൊണ്ട് ഒരു റാഗിങ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരത്തില്ല, ഒരു എക്സ്ട്രാ കെയർ കിട്ടുമല്ലോ. അങ്ങനെയാണല്ലോ അതിൻ്റെ ബേസിക്. അതെ, ആദ്യമേ ഞങ്ങളുടെ പള്ളികളിൽ നിന്നൊക്കെ തന്നെ അറിയാവുന്ന ഒരു നോബലുണ്ടല്ലോ അവിടെ അങ്ങനെ പറഞ്ഞ് ചോദിച്ചു തുടങ്ങി, അങ്ങനെ വിട്ടു തുടങ്ങി. പിന്നെ ആ റെഫറൻസിൽ തന്നെ ഒരു ഗ്രാജുവലി ഓരോ വർഷം നമ്പേഴ്സ് കൂടി തന്നെ വന്നു. അപ്പോൾ അതൊരു വരുമാന മാർഗ്ഗമായോ? പോക്കറ്റ് മണിക്ക് എന്തെങ്കിലും കിട്ടുമോ? അതൊരു പോക്കറ്റ് മണി, അന്നൊരു നല്ലൊരു പോക്കറ്റ് മണിക്കൊരു മാർഗ്ഗമായി. പിന്നെ നമുക്ക് ആ ഇടവേള സമയങ്ങളിൽ നമ്മളത് ഇച്ചിരൂടെ ഫോക്കസ് ചെയ്ത് തുടങ്ങി.